ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാറ്റേൺ മേക്കിംഗ് ആണ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണാം. കുറേ കാലമായിട്ട് കബോർഡിലിരിക്കുന്ന ഒരു ക്ലോത്താണിത്. ഇതൊരു സ്കേർട്ട് അടിച്ചപ്പോൾ അതിന് ബാക്കി വന്നിട്ടുണ്ടായിരുന്നതാണ്. ചെറുതായിട്ട് അതിൽ തുന്നടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് തന്നെ കൊടുത്തു. അവൾക്കുള്ള തന്നെയാണ് ടോപ്പ്. ഞങ്ങളുടെ കൂടെ ഇവനും കൂടെ ഉണ്ട്. ഇവൻ അവൻ്റെ കളിയിൽ ബിസി ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത് നോക്കണം. പാറ്റേൺ മേക്കിംഗ് ഞാൻ ജസ്റ്റ് ഒരു A4 ഷീറ്റിലല്ല കാണിച്ചത്. ഞാനത് ന്യൂസ് പേപ്പറും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇതിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളുടെ പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്യുകയാണ്. രണ്ടും നമുക്കതുപോലെ തന്നെ ചെയ്ത് ഫസ്റ്റ് ഫ്രണ്ട് പോർഷൻ വെട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് ബാക്കിൻ്റെ പോർഷനും കൂടെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് രണ്ടിനും കൂടി വേണ്ടിയിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 കളറാണ് എടുത്തിട്ടുള്ളത്. പുറത്തുനിന്ന് സെപ്പറേറ്റ് ക്ലോത്ത് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു തട്ടിക്കൂട്ട് പരിപാടി ആയതുകൊണ്ടാണ് ഇങ്ങനെ. നമ്മൾ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് പാഡാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിങ്ങിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ. അതുപോലെ തന്നെ നമ്മൾക്ക് പാഡിൻ്റെ മിഡ് പോയിൻറ്റും കൂടെ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു കുറച്ച് പഴയതാണ്. ഒക്കെ തട്ടിക്കൂട്ടായതുകൊണ്ട് ഒക്കെ പഴയതൊക്കെയാണ് പൊടി തട്ടി എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ കേട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഇപ്പുറം മറിച്ചിട്ട് ഇങ്ങനെ ഒരു ലൈനും കൂടെ വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു മിഡ് പോയിൻ്റ് കിട്ടും. അതാണ് നമ്മൾ നമ്മളുടെ ലൈനിങ്ങിൽ വെച്ചിട്ടുള്ള മിഡ് പോയിൻ്റിൽ അതും കൂടെ രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ചോക്കും പാഡും ഏറെക്കുറെ സെയിം കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. നിങ്ങളിതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ രണ്ടിൻ്റെയും മിഡ് പോയിൻ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. ഇനി ലൈനിങ്ങിൽ നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു പോയിൻ്റില്ലേ, അതും ഈ ഒരു കപ്പിൻ്റെ മിഡ് പോയിൻറ്റും കൂടെ ഇതുപോലെ നമ്മളൊന്ന് ഈ ഒരു പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്കത് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളുടെ ആ മിഡ് പോയിൻ്റിൽ നിന്ന് താഴോട്ട് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 സ്റ്റിച്ച് കൊടുക്കുക. മേലോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്ര മാത്രം മതി. അവിടെ തന്നെ നല്ല സെക്യൂർ ആയിട്ട് ഇതുപോലെ 2 പാഡും നമ്മൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പാഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മെയിൻ ക്ലോത്തും ലൈനും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആദ്യം നമ്മൾ നെക്കാണ് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ പതുക്കെ നമ്മൾ ചെയ്യുക. അതിനുശേഷം ആം റൗണ്ടും കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കൂടുതലായിട്ട് കൺഫ്യൂഷൻസ് ഒന്നും ആവശ്യമില്ല. ലൈനിങ്ങിൻ്റെ നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മളുടെ നെക്കില്ല, അത് ഈ കത്രിക കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് മറച്ചിട്ട് നോക്കിയാൽ തന്നെ ഓൾമോസ്റ്റ് ഒരു ഫിനിഷിങ് ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് ജസ്റ്റ് ഒരു സിംഗിൾ സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മളുടെ ഓവറോൾ ലുക്ക് വന്നിട്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ എൻഡ് പോർഷൻ നമ്മൾ ഇങ്ങനെ മറച്ച് പിടിച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് നമ്മൾ മറച്ച് പിടിക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതുകൂടെ കഴിഞ്ഞ് നമ്മളുടെ ഫ്രണ്ടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ചെയ്തെടുക്കേണ്ടത് ബാക്ക് പോർഷനാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണമുണ്ട്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കി പീസ് കൊണ്ട് കുറച്ച് പണി കൂടെ ഉണ്ട്. നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബാക്കിലോട്ട് വേണ്ടിയിട്ടുള്ള സ്ട്രിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അത് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് അത് മറച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് പീസുകൾ കിട്ടും. ഇതാണ് നമ്മൾക്കിനി ബാക്ക് പോർഷനിൽ ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം നമുക്കത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് കറക്റ്റായിട്ട് അത് നിൽക്കത്തുള്ളൂ. ഇത് ചെയ്തെടുക്കേണ്ടത് മെയിൻ ക്ലോത്തിലാണ്. എന്നിട്ട് വേണം നമുക്കത് അതിൻ്റെ മേലെയായിട്ട് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ എൻഡും കൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഏറെക്കുറെ നമ്മളുടെ സ്റ്റിച്ചിങ് കഴിയും. അതുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്രണ്ടും ബാക്കും കൂടെ ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മളുടെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം ടൈം നമുക്ക് പലോസോയുടെ കൂടെയും അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ കൂടെയും ഒരേപോലെ മാച്ച് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.